ഗൈസ് അങ്ങനെ മേന പ്യാരിക്കയെ കണ്ടു. OTTയിൽ റിലീസായിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ എനിക്ക് കാണാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. പടം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഫൈസലുദ്ദീൻ. പിന്നെ പടത്തിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹൃദു ഹരുൺ, പ്രീതി മുകുന്ദൻ, അസ്കർ അലി, മിഥു ടി, അർജുൻ സുന്ദരേഷൻ, ജിയോ ബേബി, ശ്രീകാന്ത് വെട്ടിയാർ, തൃക്കണ്ണൻ, അങ്ങനെ കുറേ പേരുണ്ട്. മെയിനായിട്ട് നമ്മുടെ കുറേ ഇൻസ്റ്റയിലുള്ള പകുതി കുറേ പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഡോൺ പോൾ പി, എഡിറ്റഡ് ബൈ കണ്ണൻ മോഹൻ, മ്യൂസിക് ബൈ ഇലക്ട്രോണിക്കലി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് വിജയ് ആനന്ദ്, ഇവരൊക്കെയാണ്. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഈ പടം കാണാനിരിക്കുന്നവർക്ക് എന്തായാലും തമിഴും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മിറാഷ് കണ്ടപ്പോൾ ഫസ്റ്റ് ഒരു 15 മിനിറ്റ് ഫുള്ള് തമിഴായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഫുള്ള് തമിഴ്, ഒരു രക്ഷയില്ല, ഫുള്ള് തമിഴ്. തമിഴ്നാട്ടിലാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു പ്രത്യേക ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. തുടക്കത്തിലെ ആ ഒരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഒരു നാട്ടിൻപുറമാണ്. അവിടെയാണ് നമ്മുടെ നായകനും കൂട്ടാളികളും തുടങ്ങിയ ഇൻസ്റ്റയിലുള്ള ആൾക്കാർ മൊത്തം അവിടെയാണ്. ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ കോളേജിൽ പോകുന്ന ഒരു പെങ്കൊച്ചിനെ കാണുന്നു, ഓൺ ദ സ്പോട്ടിൽ ഇഷ്ടമാവുന്നു. പിന്നെ അതൊരു ലവ് ട്രാക്കിലായിട്ട് പടം കയറുകയാണ്. ഈ ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ കോമഡി പരിപാടികളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഫുള്ള് ക്ലീഷേ. തമിഴ് പെണ്ണാണ്, അതുകൊണ്ട് തമിഴ് പഠിക്കുന്നു, അങ്ങനത്തെ സിനിമ ഡയലോഗ്സ് വെച്ച് പറയുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും കണ്ട് മടുത്ത ഒരു ലവ് ട്രാക്കാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ പടം ഒരു കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം രീതിയിൽ ഇങ്ങനെ കോമഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം കുറച്ച് കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ അർജു എല്ലാവരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടങ്ങ് പോകും. ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് വലിയ ബോറടി ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് പടം കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മൊത്തം എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ് മൊത്തം. എന്ന് വെച്ചാൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല, എന്തൊക്കെയോ വേറെ ലെവലിലോട്ടൊക്കെയാണ് പടം പോണേ. ആദ്യം കുറച്ച് ലവ് ട്രാക്കിലൊക്കെ കാണിച്ചിട്ട് പിന്നെ പടം വേറെ ഒരു അവിയൽ പരുവത്തിലോട്ടാണ് പോകുന്നത്. എല്ലാം കൂടെ കൂട്ടി അതിനകത്ത് മൊത്തത്തിൽ തമിഴ്നാട്ടിലാണ് പടം നടക്കുന്നത്. ആക്ഷനായി, ബഹളമായി, എന്തൊക്കെയോ കാര്യങ്ങൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തത്. ഭയങ്കര ലാഗും വലിച്ചിലും ഇഴച്ചിലും. പിന്നെ പണിയെടുത്തിട്ടുണ്ട്, ആക്ഷനും കാര്യങ്ങളും ലൈറ്റിങ്ങും എല്ലാം ഭയങ്കര സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നൈറ്റ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലോജിക് എന്ന് പറഞ്ഞ സാധനം സെക്കൻഡ് ഹാഫിലില്ല. എന്തൊക്കെയോ കാണിച്ച് വെച്ച് ഈ പടം അവസാനം എത്തിക്കണം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കാണിച്ച് വെച്ചേക്കുവാണ്. പല സ്ഥലത്ത് നമുക്ക് ലോജിക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു സീനുണ്ട്, ഈ പെണ്ണിനെ അന്വേഷിച്ച് ഇവൻ പോവും, അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൂട്ടുകാർ വന്നിട്ടുള്ളൊരു സീനുണ്ട്. അവരൊറ്റ ദിവസം കൊണ്ട് പെണ്ണിൻ്റെ വീടും കണ്ടുപിടിച്ച് പെണ്ണിൻ്റെ, എന്നാൽ പിന്നെ ഇവനോട് ഇൻഫോം ചെയ്യണ്ടേ, അതൊന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അവിടെ ലോജിക്ക് ബ്രേക്ക് ആവണം, അവിടെ ആ സംഭവം ഇല്ല. നേരെ ഇവൻ ഇൻഫോം ചെയ്യാണ്ട് ഇവർ തന്നെ കയറി സംസാരിക്കുന്നു. എന്നിട്ട് അവിടെ വെച്ച് മറ്റേ മിഥുട്ടി പറയുന്ന ഡയലോഗൊക്കെയുണ്ട്, അവൻ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറയുന്നൊരു ഡയലോഗ്. അതൊക്കെ എന്ത് ഡയലോഗ്, എനിക്കാണെങ്കിൽ കണ്ടിട്ട് അതൊക്കെ എങ്ങനെ എഴുതി പിടിപ്പിക്കാൻ തോന്നിയെന്നായിപ്പോയി. അതുപോലത്തെ കുറേ ക്ലീഷ ഡയലോഗ്. എന്നിട്ട് അതൊക്കെ അത് ന്യായീകരിക്കാൻ വേണ്ടി അടുത്ത സീൻസൊക്കെ എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതി എന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കാം, വലിയ ബോറിംഗ് ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കൊണ്ടുവന്നങ്ങ് അലമ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനം നമ്മുടെ പെപ്പയുടെ കമ്മ്യൂ റോളൊക്കെ വരുന്നുണ്ട്. പെപ്പേനെയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സീൻസ് ആയിരുന്നു അത്. എന്നിട്ട് നമുക്ക് കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടിട്ട് ഇതിന് വേണ്ടിയിട്ടാണോ പെപ്പനെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് തോന്നിപ്പോയി. പെപ്പ ഫുൾ അലറലാണ് പിന്നെ അങ്ങോട്ട്, എന്താ എനിക്ക് മനസ്സിലായില്ല. എല്ലാ പടത്തിലും ക്ലീഷേ ക്ലൈമാക്സ് ആണല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കണം ഇതിനകത്ത് ഡയറക്ടർ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ക്ലൈമാക്സ് പിടിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അതിനകത്ത്. കാരണം പടം ചെക്കാൻ ഫുൾ എന്നെ അങ്ങ് മടുപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി, എന്തെങ്കിലും കാണിച്ച് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു എനിക്ക്. മൊത്തം പുതുമുഖങ്ങളാണ് അഭിനയിച്ചേക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ എല്ലാവരുടെ അഭിനയത്തിലും കാണാനുണ്ട്. വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നായകനായിട്ട് അഭിനയിച്ച് പറയുന്ന ഹൃദു ഹരുണിൻ്റെ അഭിനയവും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പ്രീതി മുകുന്ദനാണെങ്കിലും എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി മൊത്തത്തിലുണ്ട് പുള്ളിക്കാരത്തിൻ്റെ അഭിനയത്തിൽ. പിന്നെ പടത്തിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനൊക്കെയാണ്. ഈ പറയുന്ന ആക്ഷൻ സീക്വൻസ് ഒക്കെ ആണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമുണ്ടായിരുന്നു. നൈറ്റിലെ DOPയും കാര്യങ്ങളും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ടെക്നിക്കൽ സൈഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ കളയാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന പടമാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.